വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്ന് പുറത്തു പോവാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്ന് ഓഫ് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് പുറത്തു പോവുക അല്ലേ സ്നേഹ? നമ്മളെവിടെ പോകുന്നേ? നമ്മൾക്ക് ഡെപ്പോയില് പോകണം. പിന്നെ നമ്മ ഓട്ടോ ഒക്കെ അല്ലേ, നമ്മ അങ്ങനെ പുറത്തിറങ്ങിയിട്ടില്ല. കുറച്ച് ഓട്ടം വൈബ്സ് പിടിക്കണം. അതെ, കുറച്ച് ഫോട്ടോഷൂട്ട്സ് ഒക്കെ നടത്തണം. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ OOTD കാണിച്ചു തരാം ഗൈസ്. ഞങ്ങളുടെ OOTD ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. അപ്പം ഇപ്പൊ ജാക്കറ്റ് ഇല്ലാതെ പുറത്തു പോകാൻ പറ്റൂല, തണുപ്പാണ് ഗൈസ്. അതുകൊണ്ട് നമുക്കിനി പുറത്തൊക്കെ കാഴ്ചകൾ കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇവിടെ ഭയങ്കര മഴയാണ്. ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഈ മഴ കാരണം എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കണ്ടില്ലേ, അവളെ കണ്ടില്ലേ, അന്യഗ്രഹ ജീവിയുടെ കൂട്ടിരിക്കണ. വേറെ കൊടയൊക്കെ നിർത്താൻ മടിയാവുന്നു, കാരണം നമുക്ക് ഇച്ചിരി നടന്നു കഴിഞ്ഞാൽ ട്രാൻസ്സ്റ്റോപ്പായി. അതെ, പിന്നെ കുട എടുത്താലുള്ള വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാറ്റിന് കുട തിരിഞ്ഞു പോകും. അതിലീ ഭേദം കുട എടുക്കാതിരിക്കുന്നതാണ്. അതെ, അത് ശരി കേട്ടോ. നമുക്ക് ഇവിടെ കാറ്റാണ് കൂടുതൽ. അതെ, ഇപ്പൊ തണുപ്പത്തായാലും കാറ്റില്ലെങ്കിൽ നമുക്ക് പിന്നെയും പറ്റും. ഈ കാറ്റ് വന്ന് മുഖത്തടിക്കുമ്പോഴാണ് നമുക്ക് ആ പ്രശ്നം വരുന്നത്. പിന്നെ ഒരു വൃത്തികെട്ട മഴയാ, നാട്ടിലെ കൂട്ടൊന്നുമല്ല, ഒരു രസമില്ലാത്ത ഒരു മഴയാ. നമ്മ എങ്ങനെ വെറുപ്പിച്ച് കളയും. അതെ, പിന്നെ തന്നെ ഉണ്ടല്ലേ ഇത്ര ഗെറ്റപ്പില് ഇറങ്ങിയതാ, പക്ഷെ മഴ ചതിച്ചു ഗൈസ്. അപ്പൊ നമ്മള് ബസ്സൊക്കെ വന്നിറങ്ങി. ഇനി നമുക്ക് ഡെപ്പോയിലോട്ട് നടക്കണം. കുറച്ചധികം നടക്കാനുണ്ട്, കുറച്ചേറെ അധികം നടക്കാനുണ്ട്. അപ്പൊ നമ്മള് പോയിട്ട് ഡെപ്പോ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഡെപ്പോ കുറച്ചും കൂടി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞങ്ങക്ക് ഇവിടെ മെയിൻ ആയിട്ട് 3 കടയിലാണ് വന്നത്: റിമി, മാക്സിമ, ഡെപ്പോ. നമ്മ ഈ മൂന്നെണ്ണത്തിലാണ് കൂടുതലും പോകാറ്. ഞങ്ങൾ ശരിക്കും പോണത് മുട്ടയും തേങ്ങയും വാങ്ങിക്കണം. തേങ്ങയല്ല, ഗ്രേറ്റഡ് കോക്കനട്ട്, അത് വാങ്ങിക്കും. അത് നല്ല വില കുറച്ച് കിട്ടുന്നത് ഡെപ്പോയിലായതുകൊണ്ട് മാത്രം അങ്ങോട്ട് പോകണം. ബാക്കി എല്ലായിടത്തും അതൊരു 1.5 ഒരു ഫുൾ തേങ്ങയ്ക്ക് നല്ല വിലയാണ്. അതെ, പിന്നെ നമുക്ക് നമ്മൊരു ഫുൾ തേങ്ങ മേടിച്ചാൽ അത് ചെലവാന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നല്ല തേങ്ങ നോക്കിയെടുക്കാൻ അറിഞ്ഞൂടാ, അതൊരു പോയിന്റാണ്. കാരണം ഇവിടെ തേങ്ങ ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നവർ കുറവാണ്. ഇവര് അങ്ങനെ ഉപയോഗിക്കത്തില്ലല്ലോ. അപ്പൊ ചിലപ്പോ കുറെ നാളായിട്ടിരിക്കുന്ന സ്റ്റോക്ക് ആയിരിക്കും. നമ്മൾ ചെന്നെടുക്കുമ്പോഴത്തേക്കും അതെ പറ്റിക്കപ്പെടാം. ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. എക്സ്പീരിയൻസിൽ നിന്നാണ് സ്നേഹ അത് പറയണത് അല്ലെ സ്നേഹ? അതെ അതെ, എനിക്ക് മുന്നേ ഞാൻ വാങ്ങിച്ചിട്ട്. പിന്നെ സ്നേഹ നേരത്തെ താമസിച്ചത് ഈ കാണുന്ന ഭാഗത്ത് ഏതോ ഒരു അപ്പാർട്ട്മെന്റില്ല. അതും അങ്ങേയറ്റം കാണുന്ന ആ റൂമാണ് സ്നേഹയുടെ നേരത്തെ റൂം. അതെ, ഞാൻ വന്നപ്പോ അവിടെയായിരുന്നു. പിന്നെയാണ് ഞാൻ കറക്റ്റ് സ്ഥലത്ത് എത്തി. അതെ അതെ, അവള് ഇവിടെ ലാൻഡ് ചെയ്തപ്പോ ഇവിടെ താമസിച്ചു. പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലോട്ട് വന്നു. ഞാൻ ഓർമ്മയായവർക്ക്. അതെ അതെ, ഇവിടെ വന്നപ്പോ അവർക്ക് നൊസ്റ്റാൾജിയ കട്ടോളും നല്ല സ്ഥലമായിരുന്നു. ഇതായിരുന്നു എന്റെ റൂം. അറ്റം കാണുന്ന റൂമാണ് സ്നേഹയുടെ റൂം. ഞാൻ വന്നപ്പോ എന്റെ ഓണർ ഇത് ആപ്പിൾ മരാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ വിശ്വസിക്കുകയും ചെയ്തു. ഞാൻ നോക്കിയപ്പോ സ്പ്രിങ് വന്നു, ഇല വന്നു, കാവരുന്നില്ല. ആപ്പിള് മാത്രം കാണുന്നില്ല. ഞങ്ങളിപ്പോ പോകുന്ന വഴി ഡെപ്പോയുടെ അവിടെ ഒരു ആപ്പിൾ മരം ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് പറിക്കാറുണ്ട്. പിന്നെ സ്നേഹ വഴി കാണുന്ന ആപ്പിളൊക്കെ പറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അച്ചാറിടും അല്ലെ സ്നേഹ? അത് ഇവര് കഴിക്കും. ഒരു കുപ്പി നിറച്ച് അച്ചാർ അവൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറിക്കാറുണ്ട്. അല്ല, ഞാൻ ഇങ്ങനെ നമ്മുടെ കണ്ണിമാങ്ങേന്റെ ഒക്കെ ടേസ്റ്റ് ആയിരുന്നു. ആപ്പിള് ചെറുതായിരുന്നു. അപ്പൊ ഞാനത് ഇവിടുന്ന് റൂം മാറുന്ന ടൈമിൽ പറിച്ച് അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ റൂമിൽ വന്നപ്പോ അത് ഒറ്റയടിക്ക് തീർന്നു അച്ചാറ്. ഞാൻ അച്ചാർ ഇടുന്നുള്ളൂ, ഞാൻ അങ്ങനെ കഴിക്കത്തില്ല. അപ്പൊ സാധനം പെട്ടെന്ന് കഴിക്കും. അപ്പൊ ഗൈസ് ഇനി നമുക്ക് ഡെപ്പോയിലെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, അപ്പൊ ഗൈസ് അതാണ് ഡെപ്പോ. ഇവിടുത്തെ ഇലകളൊക്കെ കൊഴിഞ്ഞ് സത്യത്തിൽ വളരെ മനോഹരമായൊരു സീസണായിരുന്നു. പക്ഷെ മഴ ചതിച്ചു. അതെ, മഴ കാരണം അതിന്റെ ആ ഒരു അതെ മഴ കാരണം ഓട്ടം വൈബ് കിട്ടുന്നില്ല. അതെ, കഴിഞ്ഞ വർഷം എന്ത് ഭംഗിയായിരുന്നു. ഇതാണ് നമ്മുടെ ഡെപ്പോ. ആ വണി നമുക്കൊരു ഡെപ്പോ ടൂർ കാണിച്ചു തരുന്നതായിരിക്കും.
ഇവിടെ ബൾക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ പക്ഷെ ജോലി കിട്ടില്ല ഗൈസ്, ലാംഗ്വേജ് വേണം. ഞാൻ കുറെ ട്രൈ ചെയ്തത്, ഞാനും കുറെ ട്രൈ ചെയ്തതാ ഇവിടെ. ഡെപ്പോയില് ജോലി ഞാൻ ട്രൈ ചെയ്തതാ. കാരണം ഞാൻ മുന്നോട്ട് അടുത്താ താമസിച്ചിരുന്നത്. അപ്പൊ എളുപ്പത്തിന് ഞാൻ അവിടെ ജോലിക്ക് ശ്രമിച്ചതായിരുന്നു. പക്ഷെ ലാംഗ്വേജ് ചോദിച്ചു. അത് നമ്മുടെ കയ്യിലില്ലല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മെയിനായിട്ടും വന്നത് തേങ്ങയും മുട്ടയും വാങ്ങിക്കാനുണ്ട്. ഈ തേങ്ങയുണ്ട്, 2 തേങ്ങയുണ്ട്. ഒന്ന് ഇതിന് പക്ഷേ 85 സെന്റും ഇതിന് 81 സെന്റുവാ. പിന്നെ ക്വാണ്ടിറ്റിയും കുറച്ച് കൂടുതലാണ്. അതെ, അപ്പം നമ്മൾ 81 സെന്റിൻ്റെ എടുക്കും. പിന്നെ നമ്മൾ 3 എണ്ണം എടുക്കുന്നുണ്ട്. നമുക്ക് 69 അല്ലേ, എത്രനാടി? 69 സെന്റിന് ഒരെണ്ണം കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിക്കുന്ന ഗ്രേറ്റഡ് കോക്കനട്ട്. നമ്മൾ മുട്ടയുടെ വലിപ്പം നോക്കി ഏതാണോ വലുത് ആ പാക്കറ്റ് എടുക്കുന്നതായിരിക്കും. അതെ, പൊട്ടിയതും കാണും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ എടുക്കും. അപ്പം നമുക്ക് ഇതിനകത്തും നിൽക്കാം. ഇത് പിടിക്കല്ലോ. സ്നേഹ അതിസൂക്ഷ്മമായി മുട്ട നോക്കുന്നു. ആണാ? അതെ, ഇതിപ്പോ നമുക്ക് പൊട്ടാത്തതും വേണം, വലുതും വേണം. അത് നമുക്ക് 3 എണ്ണം വേണം. നമ്മുടെ ഡെപ്പോയിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ തണുപ്പാണെങ്കിലും ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു കഴിക്കാനുള്ളൊരു കൊതി കാരണം. തണുപ്പൊക്കെ അതെ അതെ അതെ. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഇനി തിരിച്ച് സെൻറ്ററിലോട്ട് പോവാം. സെൻറ്ററിൽ ഇപ്പം നല്ലൊരു വെതറാണ്. ഞാൻ കുറച്ച് ഫോളിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ട്. അതെ, അപ്പം സൂര്യൻ സഹകരിച്ചാൽ ഞങ്ങൾക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഗൈസ്, എന്നാൽ ഞങ്ങൾ പോയി റാമൊക്കെ ആവട്ടെ. ഓക്കെ, ഐസ്ക്രീമും കഴിക്കണം. ഞങ്ങളുടെ ഇന്നത്തെ വ്ലോഗ് ഞങ്ങൾ അതെ, ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. ഇനി ഞങ്ങൾ വീട്ടിൽ പോവാം. ആകെ ഒരു ഓഫ് ഡേ ആയിരുന്നു. പകുതി ദിവസം ഉറങ്ങി തീർത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പുറത്തിറങ്ങി എല്ലാം കഴിച്ചു. ഇനി പോവുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, പിറ്റേ ദിവസം എഴുന്നേറ്റ് അതാണ് ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, ബൈ ബൈ.